Peace be upon you. You're watching a video from Yaqeen Institute for Youth Conversation in collab with sawajhub.com. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അസ്തഗ്ഫിറുല്ലാഹ്. പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇമാം നബവിയുടെ അൽ അർബഊൻ 24-ാമത്തെ ഹദീസിലേക്ക് സ്വാഗതം. മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതരേഖയുടെ അവസാന നാളുകളെ ഈ ഹദീസിൽ പരാമർശിക്കാമെന്ന് നേരത്തെ പറഞ്ഞു വെച്ചിരുന്നുവെങ്കിലും സാമാന്യത്തിലും ദൈർഘ്യമേറിയ ഹദീസ് ആണ് ഇപ്രാവശ്യമുള്ളത് എന്നതിനാൽ റാവിയിലേക്ക് വിരൽ ചൂണ്ടാൻ ഒട്ടും നിർവാഹമില്ല. അടുത്ത ഹദീസും അദ്ദേഹത്തിൽ നിന്ന് തന്നെയാണ് റിവായത്ത് എന്നതിനാൽ ഇൻഷാ അല്ലാഹ് അത് അവിടെ പരിഗണിക്കാനാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. വളരെ സുപ്രധാനമായ ചില പാഠങ്ങളാണ് ഈ ഹദീസിൽ ഉള്ളടങ്ങിയിട്ടുള്ളത്. അനീതിയും അക്രമവും സംബന്ധിച്ച് ഗുരുതരമായ ചില ഉണർത്തലുകളാണ് ഇതിൽ പ്രധാനം. ശരീഅത്തിന്റെ തന്നെ അതിപ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണല്ലോ നീതിയുമായി ബന്ധപ്പെട്ട പാഠങ്ങൾ. പടച്ചവന്റെ അജയ്യതയെയും അവനോടുള്ള അർത്ഥനകളുടെ ആവശ്യകതയെയും ഉണർത്തുന്നുമുണ്ട് ഈ ഹദീസിൽ. ബഹുമാനപ്പെട്ട അബൂ ഇദ്രീസ് അൽ ഖൗലാനി ഈ ഹദീസ് വിവരിക്കുമ്പോഴെല്ലാം ബഹുമാനവും ഭയവും നിമിത്തം മുട്ടുകുത്തി വീഴുമായിരുന്നു എന്ന് പറയാറുണ്ട്. ഫീമാ യർവീഹി അൻ റബ്ബിഹി തബാറക വതആല അന്നഹു ഖാൽ. മുൻകഴിഞ്ഞ ഹദീസുകളെ അപേക്ഷിച്ച് ഇന്നത്തെ ഹദീസിന് ഒരു പ്രത്യേകതയുണ്ട്. അതെന്തെന്നാൽ മുൻ ഹദീസുകളെല്ലാം അൽ ഹദീസുൻ നബവി എന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇന്നത്തേതാകട്ടെ അൽ ഹദീസുൽ ഖുദ്സി എന്ന ഗണത്തിലാണ് പെടുന്നത്. ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ, സാദാ ഹദീസുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അദ്ദേഹത്തിന്റെ അനുചരന്മാരാണ് ഉദ്ധരിക്കുന്നതെങ്കിൽ ഹദീസുൽ ഖുദ്സിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഉദ്ധരിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് കാര്യം അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് പടച്ചവൻ നേരിട്ട് സംസാരിക്കുന്നതിന്റെ ഒരു പ്രതീതിയാണ് ഇത്തരം ഹദീസുകളിൽ കാണാനാവുക. യാ ഇബാദി, എന്റെ അടിയാറുകളെ. പടച്ചവന്റെ സ്നേഹമസൃണമായ ഒരു വിളിയാണിത്. സംസാരിക്കുന്നവനും അഭിസംബോധന ചെയ്യപ്പെടുന്നവനും തമ്മിലുള്ള ബന്ധത്തെ ഇത് എടുത്തു കാണിക്കുന്നുണ്ട്. അടിസ്ഥാനപരമായി സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധത്തിന്റെ രസതന്ത്രം അത് അടിമയും ഉടമയുമാണ് എന്ന നിലയിലാണ്. ഇനി പറയാനിരിക്കുന്ന കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാൻ തങ്ങളുടെ യജമാനന്റെ നേരിട്ടുള്ള പ്രഘോഷണമാണിത് എന്ന ബോധ്യം ഏറെ സഹായകമായിരുന്നു വരും. അതുകൊണ്ട് തന്നെ യാ ഇബാദി എന്ന അഭിസംബോധനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇന്നി ഹറംതു ളുൽമ അലാ നഫ്സി, ഞാൻ എന്റെ കാര്യത്തിൽ ളുൽമിനെ നിഷിദ്ധമാക്കിയിരിക്കുന്നു. വദഉ ശൈഇ അലാ ഗൈരി മൗദിഇഹി, ഇതാണ് ളുൽമിന്റെ നിർവചനം. ഏതൊരു കാര്യവും വസ്തുവുമെല്ലാം അസ്ഥാനത്ത് വെക്കുകയോ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതിനാണ് ളുൽമ് എന്ന് പറയുന്നത്. നമ്മുടെ ഭാഷയിൽ അതിന് അക്രമം എന്ന് പറയാം, ക്രമമില്ലായ്മ. ഏതൊരു ക്രമരാഹിത്യവും വ്യവസ്ഥാലംഘനവും ഒക്കെ ളുൽമ് തന്നെയാണ്. അതിന്റെ പാരമ്യതയിലാണ് നീതിയുടെ ഉല്ലംഘനം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ളുൽമിന്റെ പര്യായമായി അനീതിയെയും അന്യായത്തെയും ഒക്കെ മനസ്സിലാക്കാം. ഇവിടെ അള്ളാഹു അനീതിയും അക്രമവും സ്വയം നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. അവന് അത് ചെയ്യാൻ പ്രാപ്തിയില്ല എന്ന് ഇതിനർത്ഥമില്ല. അവനത് ചെയ്യുന്നില്ല എന്നു മാത്രം. തന്റെ തന്നെ തീരുമാനങ്ങൾക്ക് പോലും വിധേയനല്ല അവൻ എന്നത് അവന്റെ ഗുണവിശേഷങ്ങളുടെ ഒരു ഭാഗമാണ്. എന്നിരിക്കലും അള്ളാഹുവിന്റെ സ്വതസിദ്ധവും തനതുമായ ഗുണമായി തന്റെ കാരുണ്യത്താലും ജ്ഞാനത്താലും അവൻ തിരഞ്ഞെടുത്തതാണ് നീതിയെ. അത് അത്രമേൽ പ്രാധാന്യമർഹിക്കുന്ന ഒരു മൗലിക ഭാവവും കൂടിയാണ്. വല യദ്ലിമു റബ്ബുക അഹദ, നിന്റെ നാഥൻ ഒരാളോടും അനീതി പ്രവർത്തിക്കുകയില്ല. ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറ, ഒരു അണുമണി തൂക്കം പോലും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അനീതി ഉണ്ടാവില്ല. വമല്ലാഹു യുരീദു ളുൽമൻ ലിൽ ആലമീൻ, അള്ളാഹു ഈ പ്രപഞ്ചത്തോട് തന്നെയും അനീതി ഉദ്ദേശിക്കുന്നേ ഇല്ല. ഇതിന്റെയൊക്കെ അനുരണനങ്ങളാകുന്ന ചില കാര്യങ്ങൾ കൂടി പരിശോധിക്കാം. ആരും തന്നെ താൻ ചെയ്യാത്തൊരു പാപത്തിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുകയില്ല. അതൊരു നോട്ടം കൊണ്ട് പോലും സംഭവിക്കില്ല. മറ്റൊന്ന്, താൻ അർഹിക്കുന്ന പ്രതിഫലം ലഭിക്കാതെ പോകുമെന്ന ആശങ്കയോ അസ്വസ്ഥതയോ അസ്ഥാനത്താണ്. അങ്ങനെ ഒന്നിന്റെ ആവശ്യമില്ല. വേറൊരു കാര്യം പറഞ്ഞാൽ, അർഹമായത് നിഷേധിക്കപ്പെടുന്നത് പോലെ തന്നെ ളുൽമാണ് അനർഹമായത് വിതരണം ചെയ്യപ്പെടുക എന്നതും. അഥവാ യോഗ്യതയില്ലാത്തവർക്ക് പലതും ലഭിക്കുക എന്ന് പറയുന്നതും ഒരർത്ഥത്തിൽ ളുൽമാണ്. അർഹിക്കപ്പെടുന്ന ശിക്ഷയിൽ നിന്ന് ന്യായങ്ങൾ ഏതുമില്ലാതെ മോചിപ്പിക്കപ്പെടുന്നതും ളുൽമായി തന്നെ ഗണിക്കപ്പെടാം. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സാരസമ്പൂർണമായ നീതി അനുസാരത്തിന്റെ ഒരിടമാണ് പരലോകം എന്നു നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇതിന്റെ ഒരു അനുബന്ധം, പാപത്തിനോ അനീതിക്കോ തിന്മക്കോ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് സഹായം തേടാൻ പറ്റില്ല. സത്യം, ന്യായം, നേരും നെറിയും തുടങ്ങിയവയ്ക്ക് മാത്രമേ അള്ളാഹുവിന്റെ അടുക്കൽ പരിഗണനയുണ്ടാവുള്ളൂ. രണ്ടുപേര് തമ്മിൽ തർക്കത്തിലാണ്. അതിൽ ഒരു കക്ഷിക്ക് സ്വയം ബോധ്യമുണ്ട് തന്റെ ഭാഗത്താണ് സകല തെറ്റുമുള്ളത് എന്ന്. എന്നിട്ടും അവൻ അതിനെ ന്യായീകരിക്കാനും അതിൽ വിജയിക്കാനും വേണ്ടിയിട്ട് പടച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അയുക്തികരമാണ്,
അതിൻ്റെ ഫലം അസംഭവ്യവുമാണ്. ഫജഅൽതുഹു ബൈനക്കും മുഹറമൻ ഫലാ തളാലമു. അനീതി നിങ്ങൾക്കിടയിലും ഞാൻ വിലക്കിയിട്ടുണ്ട്, അതുകൊണ്ട് പരസ്പരം ളുൽമ് അനുവർത്തിക്കരുത്. അള്ളാഹു സ്വയം വേണ്ടെന്ന് വെച്ചൊരു കാര്യം സൃഷ്ടികളായ മനുഷ്യർക്ക് കൂടുതൽ നിഷിദ്ധമായി തീരുകയും ചെയ്യും. ളുൽമ് പല രീതിയിൽ തരംതിരിക്കപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായും അതിനെ 3ആയിട്ട് എണ്ണാം. ഒന്ന്, അള്ളാഹുവിനോടുള്ള ളുൽമാണ്. അവന്റെ ആജ്ഞാനുസാരങ്ങളെ അവഗണിക്കുന്നതും നിരോധങ്ങളെ മറികടക്കുന്നതുമായ സകല ദുശ്ചെയ്തികളും ഈ ളുൽമിൽപ്പെടും. അതിലേറ്റവും ഗുരുതരമായ ളുൽമ് ശിർക്ക് തന്നെയാണ്. രണ്ടാമതായി, ഇതര മനുഷ്യരോട് ചെയ്യുന്ന ഏത് സ്വഭാവത്തിലുള്ള ദ്രോഹവും, അതിപ്പോൾ ഞാൻ ഇവിടെ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല, അതെല്ലാം ളുൽമിന്റെ പരിധിയിൽ വരും. മനുഷ്യന്റെ രക്തവും സമ്പത്തും അന്തസ്സും പരസ്പരം നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നുവെന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആജ്ഞ ഇത്തരണത്തിൽ ചേർത്ത് വായിക്കാവുന്നതാണ്. മൂന്നാമത്തേത്, മറ്റ് ഇതര ജീവജാലങ്ങളെല്ലാം, പ്രകൃതി, സമൂഹം തുടങ്ങിയവയോടെല്ലാം കാണിക്കുന്ന ദ്രോഹമാണ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിനോദത്തിന് വേണ്ടിയിട്ടോ ആർഭാടത്തിന് വേണ്ടിയിട്ടോ നടത്തുന്ന മൃഗബലികൾ പോലും അല്ലെങ്കിൽ മൃഗവേട്ടകൾ പോലും ളുൽമായിട്ടാണ് ഗണിക്കപ്പെടുന്നത്. ഒരിക്കൽ ഒരു മൃഗത്തിന്റെ അംഗവിക്ഷേപം നടത്തിയതിന്റെ പേരിൽ ഒരു മനുഷ്യനെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിക്കുന്നതായിട്ട് റിപ്പോർട്ടുകളിൽ കാണാം. ളുൽമിന്റെ മറുപുറം എന്ന നിലയിൽ പഠിപ്പിക്കപ്പെട്ടത് ജസ്റ്റിസ്, നീതി, അദിൽ ആണ്. ഈ പ്രപഞ്ചത്തിന്റെ തന്നെ മൂലക്കല്ലായി അള്ളാഹു സ്ഥാപിച്ചിരിക്കുന്നതും ഈ അദിലിനെയാണ്. ഇന്നല്ലാഹ യഅ്മുറുക്കും ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അത് കർക്കശമായ ഒരു കൽപ്പനയായിട്ടാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ഈ അദിലിനെ കുറിച്ചും ളുൽമിനെ കുറിച്ചുമുള്ള അനേകം പാഠങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഇനിയും എത്രയെത്ര നാഴികകൾ എടുത്താലാണ് ളുൽമിന്റെയും അദിലിന്റെയും വൃത്താന്തങ്ങൾ പറഞ്ഞു തീർക്കാനാവുക എന്നതിന് യാതൊരു തിട്ടവുമില്ല. അതുകൊണ്ട് ലെറ്റ്സ് ഗോ ഫർദർ. യാ ഇബാദി കുല്ലുക്കും ളാല്ലുൻ ഇല്ലാ മൻ ഹദൈതു. അടിയാറുകളെ, നിങ്ങൾ എല്ലാവരും വഴിതെറ്റിയവരാണ്, ഞാൻ നേർവഴിയിലാക്കിയവരൊഴികെ. ഫസ്തഹദൂനി അഹദിക്കും. അതുകൊണ്ട് എന്നോട് ഹിദായത്തിന് ചോദിക്ക്, ഞാൻ നൽകാം. അള്ളാഹുവിന്റെ സ്വമതീയത്തിനെ പ്രതിഫലിപ്പിക്കുന്ന വസ്തുതകളാണ് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത്. അഥവാ ആരെയും ആശ്രയിക്കാത്ത, എന്നാൽ അതേസമയം സർവരാലും ആശ്രയിക്കപ്പെടുന്നൊരു ശക്തിവിശേഷം, അതാണല്ലോ അള്ളാഹു. അതിലേക്കുള്ള സൂചനകളാണ് ഇനി അങ്ങോട്ട്. മനുഷ്യന്റെ ആത്യന്തിക വിജയത്തിന് നിദാനമാകുന്ന ഹിദായത്ത്, അത് അള്ളാഹുവിന്റെ ഒരു ഔദാര്യമാണ്. തിന്മയിലേക്ക് ചായാനുള്ള ഒരു പൊട്ടൻഷ്യൽ സ്റ്റിമുലേഷൻ മനുഷ്യന്റെ ഉള്ളിലുണ്ട്. അവന്റെ മൗലിക പ്രകൃതം ഗുണാത്മകമാണ് എന്നിരിക്കെ തന്നെ അവന്റെ സഹജമായ ഔത്സുക്യം തിന്മയോട് ജിജ്ഞാസയുണ്ടാക്കുന്നുണ്ട്. ആയതിനാൽ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങിക്കേണ്ട ഒന്നാണ് ഹിദായത്ത് എന്നത്. ബോധപൂർവമോ അല്ലാത്തതോ ആയ, നിസ്സാരമോ ഗുരുതരമോ ആയ എല്ലാതരം വഴിതെറ്റലുകളിൽ നിന്നും പടച്ചവന്റെ കാവൽ തേടുക എന്നത് അനിവാര്യമാണ്. മറ്റു പലതരം പ്രാർത്ഥനകളിൽ നിന്നും ഭിന്നമായി ഹിദായത്തിനുള്ള പ്രാർത്ഥനയ്ക്ക് നേർ ഫലപ്രാപ്തി ഉണ്ടാകും എന്നാണ് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് ശീലമാക്കുക. യാ ഇബാദി കുല്ലുക്കും ജാഇഉൻ ഇല്ലാ മൻ അത്അംതു ഫസ്തത്ഇമൂനി ഉത്ഇമുക്കും. എൻ്റെ അടിയാറുകളെ, നിങ്ങളെല്ലാവരും ഞാൻ ഭക്ഷിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ വിശന്നിരിക്കുന്നവരായിരിക്കും. ആയതിനാൽ എന്നോട് ഭക്ഷണത്തിനായി അർത്ഥിക്കൂ, ഞാൻ ഭക്ഷിപ്പിക്കാം. ആത്മാവിന്റെ പോഷകമായ ഹിദായത്തിനെ കുറിച്ച് പരാമർശിച്ച ശേഷം ശരീരത്തിന്റെ പോഷകമായ ആഹാരത്തെക്കുറിച്ചാണ് ഈ പരാമർശം. ഭക്ഷണം തേടുന്നതിന് 2 വഴികളുണ്ട്. വാചികമായ പ്രാർത്ഥനയാണ് ഒന്നാമത്തേത്, കായികമായ പ്രവർത്തനങ്ങളാണ് രണ്ടാമത്തേത്. അതിൽ തന്നെ പുണ്യകർമ്മങ്ങൾ ശീലമാക്കുകയും ആഹാരത്തിനു വേണ്ടി പണിയെടുക്കലുമെല്ലാം ആ കായിക പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടും. ഇவ்விധം അള്ളാഹുവിനോട് ചോദിക്കുക, അവനാണ് യഥാർത്ഥ പ്രൊവൈഡർ. യാ ഇബാദി കുല്ലുക്കും ആരിൻ ഇല്ലാ മൻ കസൗതു ഫസ്തക്സൂനി അക്സിക്കും. എൻ്റെ അടിയാറുകളെ, ഞാൻ ഉടുപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ നിങ്ങളെല്ലാവരും നഗ്നരായേനെ. എന്നോട് ഉടയാടകൾക്കായി ചോദിക്കൂ, ഞാൻ ഉടുപ്പിക്കാം. ഗർഭാവസ്ഥയിൽ നിന്നും പുറത്തു വന്ന പടിയല്ല മനുഷ്യൻ പിന്നീട് ജീവിച്ചു പോകുന്നത്. വസ്ത്രധാരണത്തിന് നിരവധി താല്പര്യങ്ങളുണ്ട്. അവയൊക്കെ ആർക്കൊക്കെ എത്ര അളവിൽ നിറവേറ്റപ്പെടണം എന്നത് പടച്ചവന്റെ തീരുമാനമാണ്. അവനോട് അക്കാര്യത്തിലും നാം ആശ്രയിച്ചേ തീരുള്ളൂ. യാ ഇബാദി ഇന്നക്കും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ വഅന അഗ്ഫിറു ദുനൂബ ജമീഅ ഫസ്തഗ്ഫിറൂനി അഗ്ഫിർ ലക്കും. അടിയാറുകളെ, രാപ്പകൽ വ്യത്യാസമില്ലാതെ പാപം ചെയ്തു കൂട്ടുന്നവരാണ് നിങ്ങൾ. എങ്കിലും സർവം ഞാൻ പുറത്തു തരും. എന്നോട് പശ്ചാത്താപം നടത്തൂ. മേൽ സൂചിപ്പിച്ചതുപോലെ പാപവാസന എന്നത് മനുഷ്യ സഹജമായതിനാൽ പാപം സംഭവിക്കാനുള്ള പോസിബിലിറ്റി റേറ്റ് അത് വളരെ കൂടുതലാണ്. എന്നിട്ടും എല്ലാം പൊറുക്കാൻ തയ്യാറാണ് റബ്ബ്. നമ്മുടെ പാപങ്ങളുടെ പേരിൽ ഓരോരുത്തരെയും അപ്പോൾ തന്നെ അവൻ പിടികൂടാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഈ ഭൂഗോളം
എന്നേ വിജനമായി പോയേനെ. അവൻ അത് ചെയ്യുന്നില്ല. അതുകൊണ്ട് അവനോട് പശ്ചാത്താപം നടത്തൂ, ഫലം സിദ്ധിക്കും. യാ ഇബാദി ഇന്നകും ലൻ തബ്ലുഗു ളുജി ഫതളുറുനി വലൻ തബ്ലുഗു നഫ്ഇ ഫതൻഫഉനി. എൻ്റെ അടിയാറുകളെ, എനിക്കൊരു ഉപകാരമോ ഉപദ്രവമോ വരുത്താൻ നിങ്ങൾക്കാവില്ല. കാരണം അള്ളാഹു സ്വയം പര്യാപ്തനും പരിപൂർണനുമാണ്. അവനെ സഹായിക്കാനോ അവന് ഏതെങ്കിലും അർത്ഥത്തിൽ ഉപകാരപ്പെടാനോ യാതൊന്നും തന്നെയില്ല. അതുപോലെ അവനെ ദ്രോഹിക്കാനോ അവൻ ഏതെങ്കിലും അർത്ഥത്തിൽ ശല്യം ചെയ്യാനോ ആരും തന്നെയില്ല. യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും കാനൂ അലാ അത്ക ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും മാ സാദല്ലാഹു ഫീ മുൽക്കി ഷൈഅ. എൻ്റെ അടിയാറുകളെ, ജിന്നിലും മനുഷ്യരിലും പെട്ട ആദ്യത്തേതും അവസാനത്തേതുമായ മുഴുവൻ പേരും നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഭക്തനായ ഒരാളുടെ ഹൃദയം സ്വന്തമാക്കുകയും എന്നിട്ട് തഖ്വ പ്രകടിപ്പിക്കുകയും ചെയ്താൽ പോലും എൻ്റെ ആധിപത്യത്തിനത് തെല്ലും വർധനമുണ്ടാക്കാൻ പോകുന്നില്ല. യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും കാനൂ അലാ അഫ്ജരി ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും മാ നഖസ ദാലിക മിൻ മുൽക്കി ഷൈഅ. എൻ്റെ അടിയാറുകളെ, അത്ര തന്നെ പേർ ഏറ്റവും തെമ്മാടിയായ ഒരാളുടെ നിലവാരത്തിലെത്തുകയും എന്നിട്ട് സകല തെമ്മാടിത്തരങ്ങളും കാട്ടിക്കൂട്ടുകയും ചെയ്താൽ പോലും എൻ്റെ പ്രൗഢിക്കത് തെല്ലും ചലനമുണ്ടാക്കുന്നില്ല. യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും ഖാമൂ ഫീ സഈദിൻ വാഹിദിൻ ഫസഅലൂനി ഫഅഅതൈതു കുല്ല വാഹിദിൻ മസ്അലതഹു മാ നഖസ ദാലിക മിമ്മാ ഇൻദി ഇല്ലാ കമാ തൻഖുസുൽ മുഹീത് ഇദാ ഉദ്ഖിലൽ ബഹർ. എൻ്റെ അടിയാറുകളെ, ജിന്നിലെയും മനുഷ്യരിലെയും ആദ്യാവസാനം പിറന്ന സകലരും ഒരിടത്ത് സമ്മേളിച്ച് എന്നോട് എന്താവശ്യപ്പെട്ടാലും അവയെല്ലാം ഞാൻ പരിപൂർണമായും പൂർത്തീകരിച്ച് നികത്തിക്കൊടുക്കുകയും ചെയ്താലും സമുദ്രോപരിതലത്തിൽ ഒരു മുട്ടുസൂചി ഇറക്കിയാൽ ഉണ്ടാകുന്ന അത്ര പോലും ശോഷണം എന്റെ ഖജനാവിൽ ഉണ്ടാകാൻ പോകുന്നില്ല. യാ ഇബാദി ഇന്നമാ ഹിയ അഅമാലുകും ഉഹ്സിഹാ ലക്കും സുമ്മ ഉവഫീകും ഇയ്യാഹ. അടിയാറുകളെ, നിങ്ങളുടെ കർമ്മങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതി വെക്കുന്നത്. അവയ്ക്കുള്ള പ്രതിഫലം പൂർണ്ണമായും നൽകുകയും ചെയ്യും. ആരോടും ദുൽമ ചെയ്യില്ലെന്ന് പ്രസ്താവിച്ചുകൊണ്ട് തുടങ്ങിയ ഈ സംഭാഷണം ഇവിടെ എത്തി നിൽക്കുകയാണ്. ഫമൻ വജദ ഖൈറൻ ഫല്യഹ്മദില്ല. അങ്ങനെ പരലോകത്ത് നന്മ കിട്ടുന്നവൻ അള്ളാഹുവിനെ സ്തുതിക്കട്ടെ. മേൽ പറഞ്ഞതുപോലെ വരവ് വെക്കപ്പെട്ട പ്രവർത്തനങ്ങളുടെ പ്രതിഫലം എന്നോണം ഖൈർ അഥവാ നന്മയാണ് ഒരാൾക്ക് ലഭിച്ചതെങ്കിൽ അതിനവൻ ദൈവത്തെ സ്തുതിക്കട്ടെ. ഒമൻ വജദ ഗൈറ ദാലിക ഫലാ യലൂമൻ ഇല്ലാ നഫ്സഹ്. എന്നാൽ ഖൈർ അല്ല ഒരുവന് ലഭിക്കുന്നതെങ്കിൽ അവൻ സ്വയമല്ലാതെ മറ്റാരെയും പഴിച്ചിട്ട് കാര്യമില്ല. കാരണം അത് അവന്റെ തന്നെ കർമ്മങ്ങളുടെ ഫലമാണല്ലോ. പലരും ചുറ്റുപാടുകളെയും സമൂഹത്തെയും വീട്ടുകാരെയും ഒക്കെ പഴിചാരിക്കൊണ്ട് ആശ്വാസം കൊള്ളാൻ ശ്രമിക്കും. പക്ഷെ അതൊക്കെയും നിരർത്ഥകമാണ്. നോക്കൂ സഹോദരങ്ങളെ, ഈ ഹദീസിലെ ഓരോ പീസ് ഓഫ് സെന്റൻസസും ഒന്നിലധികം എപ്പിസോഡുകൾക്കുള്ള മരുന്നാണ്. എന്തു ചെയ്യാൻ, ഇതിങ്ങനെയൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാനേ നിവൃത്തിയുള്ളൂ. എന്നിട്ട് പോലും പതിവ് സമയം അതിക്രമിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് അധിക വായനയ്ക്ക് ഓരോരുത്തരും സമയം കണ്ടെത്തണമെന്ന വസിയ്യത്തോടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.